കുറച്ച് മണ്ണൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് ഇട്ടാലോ? ഈ ചെടിയിൽ കണ്ടോ പുഴു നിന്നിരിക്കുന്നത്? അതൊക്കെ നമുക്ക് പറിച്ച് കളയണം. ഇടയ്ക്ക് കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറിക്കാം. അപ്പോൾ നമ്മൾ ചെടിക്ക് ഇടാനുള്ള മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം. ആ ചെടിയിൽ നിങ്ങൾ വേര് കാണുന്നുണ്ടോ? നമുക്ക് ആ ചെടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതിനാവശ്യമുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെടിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പോയപ്പോഴാണ് ഈ ചെടിയുടെ മൂട് അടച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് ഈ ചെടി നമുക്ക് പിന്നെ മാറ്റി നടാം. ഇപ്പം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഈ ചെടി നമുക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ട് മണ്ണിടാവേ, അല്ലെങ്കിൽ എനിക്ക് ഈ മണ്ണ് എനിക്ക് അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകാൻ വയ്യ. ഇതിൽ പുഴു എന്ന ഇലകളൊക്കെ നമുക്കൊന്ന് വെട്ടി കളയാവേ. ഇതിൽ കൂടുതലും പുഴുവല്ല കേട്ടോ, ഈ ചാടി പോകുന്ന ഒരു പച്ച പക്കിയാണ്. അത് തിന്നാണ് ഈ ഇലയിൽ അത്രയും ഓട്ട വീഴുന്നത്. പഴുത്ത് മഞ്ഞ കളറിലായിരിക്കുന്ന ഇലകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ചെടി നമ്മൾ ആദ്യം തൊണ്ടിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിലൊരു പാമ്പിനെ കുഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മൾ തൊണ്ടങ്ങെടുത്ത് കളഞ്ഞേ. നമ്മൾ ഇടയ്ക്ക് ഉണങ്ങിയിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് നമ്മൾ വലിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പൂ പിടിച്ച് കഴിഞ്ഞ ശിഖരങ്ങളൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയാം. അപ്പോഴല്ലേ പുതിയ ഇല തിളിർത്ത് വരുന്നത്. അപ്പോൾ നമ്മളൊരു സൈഡിലായിട്ട് സ്നേക്ക് പ്ലാന്റ് നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ കുറച്ച് ഗ്രാസ് കട്ടിട്ടുണ്ട്. അത് മുമ്പിലോട്ടുള്ളതുകൊണ്ട് കല്ല് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്നേക്ക് പ്ലാന്റ് വെച്ചാൽ പാമ്പ് വരില്ലെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ പാമ്പ് വരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചെടിയും നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നതെല്ലാം ഇവിടെയും അപ്പുറത്തെ സൈഡിലുമാണ് ഞാൻ അടുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ 2 വാടിപ്പോയ ചെടികൾ നിൽപ്പുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ചോദിക്കുകയാണേ. അതിനിടയിൽ വലിയ ചട്ടികളുണ്ടായിരുന്നു, അതിനെ കൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റാറുന്നത്. ചെടി മാറ്റിയപ്പോൾ കുറേ മണ്ണും പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ അടുക്കി വെച്ചേക്കുന്ന കുറേ ചെടികളൊക്കെ നമ്മൾ അടുക്കി മണ്ടയിലോട്ടൊക്കെ വെക്കുകയാണേ. ഇത്രയും പായലൊക്കെ ആ ചെടി ഇരുന്ന സ്ഥലത്തുണ്ടായിരുന്നേ. ആദ്യം അതൊന്നും വൃത്തിയാക്കുക അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു മൂടുറപ്പില്ലാത്ത ചെടിയെന്ന്. അത് നമുക്ക് പിഴുതെടുത്തിട്ട് കട്ട് ചെയ്ത് നട്ടു കൊടുക്കാം. ചെടി നട്ടിട്ട് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഈ ചെടി നമുക്കൊന്ന് കെട്ടിയിട്ടിട്ട് ലെവലിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെടികളെയൊക്കെ ഒന്ന് തൊട്ടപ്പോഴത്തേക്കും എനിക്ക് മുള്ള് കൊണ്ട ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വൃത്തിയാക്കി തിരിച്ച് ചെടിച്ചട്ടികളെ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശംഖുഷ്പമൊക്കെ കാട് കിടക്കുകയായിരുന്നു, അത് കെട്ടി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കെട്ടിയത് ഉറപ്പുണ്ടോയെന്ന് ഞാൻ ഒന്ന് പിടിച്ച് കുലുക്കി നോക്കിയതാണ്. നമ്മൾ ചെടി നട്ടപ്പോൾ നമുക്ക് 2 ചെടിച്ചട്ടികൾ ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി പുതിയ ചെടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നട്ട് വയ്ക്കാം കേട്ടോ. വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നടന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ അല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നില്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? ആ ബാക്കിൽ കിടന്ന് തൂങ്ങി ആടുന്നൊരു സാധനത്തിനെ കണ്ടോ നിങ്ങൾ? എൻ്റെ അച്ചാച്ചൻ്റെ റെയിൻകോട്ടാണ് കേട്ടോ. മഴക്കോട്ടെ. ഇത് നമ്മൾ മണി പ്ലാന്റ് ആണ്. നമ്മൾ നല്ല ആഗ്രഹത്തോടെ വളർത്തിയെടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചത് പടർന്ന് പന്തലിച്ച് വരുമെന്നൊക്കെയാണ്. അങ്ങനെ പടർന്ന് വരുമ്പോൾ നമുക്ക് ആർച്ച് കണക്ക് സെറ്റ് ആക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മളൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാതിയിൽ അത് കരിഞ്ഞു പോയി ഗൈസ്. കുറച്ച് ഹാൻഡ് പ്ലാന്റ് ഒക്കെ നിങ്ങൾ അവിടെ കാണുന്നില്ലേ? അതിലൊന്ന് രണ്ടെണ്ണമൊക്കെ നല്ലോണം തഴച്ച് നിൽക്കുന്നുണ്ടല്ലേ? കുറേയൊക്കെ അതിൽ നല്ലോണം ശ്വസിച്ച് നിൽക്കുന്നില്ലേ? അതെ ഗൈസ്, ശ്വസിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ നമ്മൾ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ വേഗം തന്നെ മാറ്റുന്നതായിരിക്കും. മണി പ്ലാന്റിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മളിനി അടുത്തത് ശംഖുപുഷ്പത്തിലോട്ടാണ്. ശംഖുപുഷ്പം നമ്മൾ നല്ലോണം വളർത്തിയിട്ട് നമ്മൾ ആർച്ചാക്കുന്നതായിരിക്കും. നമ്മൾ എന്നിട്ട് ഗേറ്റ് ആണെങ്കിൽ ഫുൾ ആർച്ച് വെച്ചങ്ങ് നിറയ്ക്കും. പച്ചപ്പരധാനിയിൽ നമ്മൾ നീലപ്പൂ വളർന്നു നിൽക്കും ഗൈസ്. ഇനി ഈ ചെടി വളരുന്ന കാത്തിരിപ്പിലാണ് കേട്ടോ. ശംഖുപുഷ്പമേ, ഇനി നിന്നിലാണ് നമുക്ക് പ്രതീക്ഷ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പം ബൈ.